പി ജയരാജൻ പ്രതികരിക്കുന്ന മാധ്യമങ്ങളോട് ഇന്ന് പ്രകാശനം ചെയ്യുക, അതിൻ്റെ അകത്ത് ഇന്നതെന്ന കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയതാണ് അതെല്ലാം. ഇന്നത്തെ വന്നിരിക്കുന്ന വാർത്തകളെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിന് പുറകിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാണെന്നാണ് സംശയം? എല്ലാം നമുക്ക് അന്വേഷിച്ച് പറയാം. ഞാനിപ്പോൾ എൻ്റെ വെറുമൊരു നിരീക്ഷണത്തിൽ മാത്രം പറയുന്നത് ശരിയല്ലല്ലോ, വസ്തുതകൾ കൂടി ശേഖരിച്ച് പറയാം. ഇന്നലെ പിന്നെ നിങ്ങൾ 24 ആണ്, ഇന്നലെ നിങ്ങൾ 24 വാർത്ത വന്നു. എന്താണെന്നറിയോ? ഇവിടുന്ന് ഒരു പണം പിടിച്ചില്ലേ, അത് ഞാനാണ്. അത് ഞാനാ മുഖാന്തരമാണ് ആ പണം. കേട്ടോ, ഞാൻ ആ ഭാഗത്തേ പോയിട്ടില്ല. ഞാൻ പോയത് വയനാട്ടിലാണ്. ഇതാ വാർത്ത കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ വാർത്ത കൊടുക്കുക, അതുണ്ടാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്തുക, ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ആരോപണമായിരുന്നു ഇത്. EP ജയരാജനുമായിട്ട് ജയൻ അടുത്ത മാനസിക രോഗം ഉണ്ടാകും. സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറയുന്നത് ഇത് ഒരു ഗൂഢാലോചന തന്നെയാണ്, നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമെന്ന രീതിയിൽ വാർത്ത വന്നിരുന്നു. അതൊക്കെ അദ്ദേഹം പൂർണ്ണമായി നിഷേധിക്കുന്നു. മാവുള്ള മാവിലേക്കല്ലേ എറിയൂ. 24 ആരോപണം അനിൽ അക്രയാണ് അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് SDP നേതാവ്. മാവിലല്ലേ ആളെറിയൂ, മാങ്ങ ഇല്ലാത്ത മാവിൽ അവരെ പോയി എറിയോ? ശരി, ഒരു ചായ കൊടുക്കാനുണ്ടോ? ഇന്നലെ അനിൽ അക്കരെ നടത്തിയ ഒരു ആരോപണമായിരുന്നു EP ജയരാജൻ ഇപ്പോൾ പരാമർശിച്ചത്. അദ്ദേഹം അതായത് 19 ലക്ഷത്തിലധികം രൂപ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ അനിൽ അക്കര 24 നടത്തിയ ആരോപണം ഇത് EP ജയരാജന് അറിയാം ഈ കാര്യം എന്ന രീതിയിലുള്ള ആരോപണമായിരുന്നു പുറത്തു വന്നിരുന്നത്. 24 ഉണ്ടാക്കിയ വാർത്തയായിരുന്നില്ല അത്. EP ജയരാജനെതിരെ അനിൽ അക്കരയുടെ ആരോപണമായിരുന്നു.